ചരിത്രത്തിലാദ്യമായി ഒരു വംശനാശം സംഭവിച്ച ജീവിയെ തിരികെ കൊണ്ടുവരുന്നതിൽ വിജയം കൈവരിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ഡോളസ് ആസ്ഥാനമായുള്ള ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോസയൻസ്. ഏകദേശം 12,500 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ഡയർവുൾഫിനെയാണ് അവർ ജനിതക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനർജന്മം നൽകിയെന്ന് അവകാശപ്പെട്ടിട്ടുള്ളത്. ഈ നേട്ടം ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഡയർവുൾഫുകൾ ഒരു കാലത്ത് വടക്കേ അമേരിക്കയിൽ ആധിപത്യം പുലർത്തിയിരുന്ന ജീവിയായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് എന്ന TV പരമ്പരയിലൂടെ ജനപ്രിയമായ ഈ ജീവി ഇന്നുള്ള ചെന്നായേക്കാൾ വലിപ്പവും കട്ടിയുള്ള രോമങ്ങളും ശക്തമായ താടിയെല്ലുകളും ഉള്ളതായിരുന്നു. കൊളോസൽ ബയോസയൻസ് 13,000 വർഷം പഴക്കമുള്ള ഒരു പല്ലിൽ നിന്നും 72,000 വർഷം പഴക്കമുള്ള ഒരു തലയോട്ടിയിൽ നിന്നും ശേഖരിച്ച പുരാതന DNA ഉപയോഗിച്ചാണ് ഈ ജീവിയെ തിരികെ കൊണ്ടുവന്നത്. ഗ്രേ വൂൾഫിൻ്റെ ജനിതക വസ്തുക്കൾ ക്രിസ്പർ എന്ന ജനിതക എഡിറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 20 സ്ഥലങ്ങളിൽ മാറ്റം വരുത്തി ഡയർവുൾഫിൻ്റെ പ്രത്യേകതകൾ പുനഃസൃഷ്ടിക്കുകയായിരുന്നു ഇവർ. തുടർന്ന് ഈ ജനിതക വസ്തുക്കൾ ഒരു നായയുടെ അണ്ഡത്തിൽ സ്ഥാപിച്ച് സറോഗേറ്റ് നായകൾ വഴി 3 കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു. ഈ പദ്ധതി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പുതിയ മാർഗങ്ങൾ തുറക്കുമെന്നാണ് കൊളോസൽ ബയോസയൻസ് അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ഈ മൃഗങ്ങളെ പ്രകൃതിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പാരിസ്ഥിതിക സന്തുലനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. നിലവിൽ ഈ 3 ഡയർവുൾഫ് കുഞ്ഞുങ്ങൾക്കും അമേരിക്കയുടെ വടക്കേ ഭാഗത്ത് 2000 ഏക്കർ വിസ്തൃതിയുള്ള ഒരു സ്വകാര്യ സംരക്ഷണ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.